എല്ലാവർക്കും PSC ഹോൾ ടിക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസംബർ 23-ന് നടക്കാൻ പോകുന്ന ഫീൽഡ് വർക്കർ എക്സാമിന് വേണ്ടി തൊഴിൽ വാർത്തയിൽ വന്ന 40 ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. യാസ് രോഗത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ, പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഹൃദയത്തെയും നാഡികളെയും ബാധിക്കുന്നു. യാസ് രോഗത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് വെച്ചാൽ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഹൃദയത്തെയും നാഡികളെയും ബാധിക്കുന്നു. അപ്പൊ ശരിയായത് എന്തെല്ലാമാണ്? ടിപ്പോണിയ പെട്യൂനു ആണ് രോഗകാരണം. യാസ് രോഗത്തിന്റെ കാരണം എന്താണ്? ടിപ്പോണിമ പെട്യൂനു. ലൈംഗിക രോഗമല്ല. രോഗത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ എല്ലുകളെ ബാധിക്കുന്നു. 3 പ്രസ്താവനകൾ ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ബ്രൂസലോസിസ് പരത്തുന്നത് ഇവയെല്ലാം. കന്നുകാലികൾ, ഒട്ടകം, ആട് ഇവയെല്ലാം പരത്തുന്ന രോഗമാണ് ബ്രൂസലോസിസ്. താഴെ പറയുന്നവയിൽ സ്റ്റാഫിലോകോക്കസ് ഭക്ഷ്യവിഷബാധയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പനി സാധാരണം. സ്റ്റാഫിലോകോക്കസ് ഭക്ഷ്യവിഷബാധയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് പനി സാധാരണം എന്നതാണ്. ഓപ്ഷൻ എ, ബി, സി ഇത് ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരാത്തത്? പേ വിഷബാധ, ടെറ്റനസ്. മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാത്ത രോഗമാണ് പേ വിഷബാധയും ടെറ്റനസും. പകർച്ച ടൈഫസ് പരത്തുന്നത് ചെള്ള്. പകർച്ച ടൈഫസ് പരത്തുന്നത് ചെള്ളാണ്. സംക്രമണത്തിന് വാഹകം ആവശ്യമില്ലാത്ത രോഗമാണ്. കോക്സിയെല്ല ബേണറ്റി. സംക്രമണത്തിന് വാഹകം ആവശ്യമില്ലാത്ത രോഗാണുവാണ് കോക്സിയെല്ല ബേണറ്റി. രോഗബാധിതയായ ഗർഭിണിയിൽ നിന്ന് നവജാത ശിശുവിലേക്കുള്ള HIV സംക്രമണം തടയാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? നെവിറാപ്പിൻ. രോഗബാധിതയായ ഗർഭിണിയിൽ നിന്ന് നവജാത ശിശുവിലേക്കുള്ള HIV സംക്രമണം തടയാൻ നെവിറാപ്പിൻ ആണ് ഉപയോഗിക്കുന്നത്. HIV ബാധിതനായ ഒരു കുട്ടിയിൽ ഉപയോഗിച്ചു കൂടാത്ത വാക്സിൻ ഏത്? OPV. HIV ബാധിതനായ ഒരു കുട്ടിയിൽ ഉപയോഗിച്ചു കൂടാത്ത വാക്സിൻ ആണ് OPV. കരിമ്പനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? നേപ്പിയർ ആൽഡിഹൈഡ് ടെസ്റ്റ് രോഗനിർണയത്തിനുള്ള നല്ലൊരു പരീക്ഷണമാണ്. അപ്പൊ കരിമ്പനിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ് നേപ്പിയർ ആൽഡിഹൈഡ് ടെസ്റ്റ് രോഗനിർണയത്തിനുള്ള നല്ലൊരു പരീക്ഷണമാണ് എന്നതാണ് തെറ്റായ പ്രസ്താവന. ശതദിന ചുമ എന്നാൽ ബോർഡർടെല്ല പെർട്ടൂസിസ് വരുത്തുന്ന ചുമ. ശതദിന ചുമ എന്നാൽ ബോർഡർടെല്ല പെർട്ടൂസിസ് വരുത്തുന്ന ചുമയാണ്. താഴെ പറയുന്നവയിൽ രക്തജന്യ അണുബാധ അല്ലാത്തത് ഏത്? ഹെപ്പറ്റൈറ്റിസ് ഇ. രക്തജന്യ അണുബാധ അല്ലാത്തതാണ് ഹെപ്പറ്റൈറ്റിസ് ഇ. താഴെ പറയുന്നവയിൽ ഏതിനാണ് ഏതാനും മണിക്കൂറിൽ താഴെ മാത്രം ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളത്? ഭക്ഷ്യവിഷബാധ.
ഏതാനും മണിക്കൂർ താഴെ മാത്രം ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളത് ഭക്ഷ്യവിഷബാധയ്ക്കാണ്. കെരാറ്റോമലേസിയ താഴെ പറയുന്ന ഏത് രോഗാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്? അതൊരു നേത്രരോഗമാണ്. ഏത് രോഗാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്? അഞ്ചാം പനി. കെരാറ്റോമലേസിയ അതായത് ഒരു തരം നേത്രരോഗം അഞ്ചാം പനി രോഗാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് സാംക്രമിക രോഗങ്ങൾക്ക് കാരണം? ഇൻഫ്ലുവൻസ എ. സാംക്രമിക രോഗങ്ങൾക്ക് കാരണം എന്താണ്? ഇൻഫ്ലുവൻസ എ. ഇന്ത്യൻ കാല അസറിന്റെ ഉത്ഭവ കേന്ദ്രം? മനുഷ്യൻ. ഇന്ത്യൻ കാല അസറിന്റെ ഉത്ഭവ കേന്ദ്രം മനുഷ്യനാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആന്തരാംഗ കരിമ്പനിയിൽ ഉപയോഗിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ആന്തരാംഗ കരിമ്പനിയിൽ ഉപയോഗിക്കാത്തത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആണ്. കാല അസർ പരത്തുന്നത്? ഫ്ലെബട്ടോമസ് അർജൻട്രിപ്സ്. കാല അസർ പരത്തുന്നത് ഫ്ലെബട്ടോമസ് അർജൻട്രിപ്സ്. നവജാതരിലെ ടെറ്റനസ് നിരക്ക് എത്രയാകുമ്പോഴാണ് രോഗം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്? less than 0.1 divided by 1000. നവജാതരിലെ ടെറ്റനസ് നിരക്ക് എത്രയാകുമ്പോഴാണ് രോഗം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്? ലെസ് ദാൻ 0.1 ഡിവൈഡഡ് ബൈ 1000. നവജാതരിലെ ടെറ്റനസ് ബാധ തടയാൻ പ്രയോഗിക്കാത്തത് ഏത്? എല്ലാ നവജാത ശിശുക്കൾക്കും പെൻസിലിൻ കുത്തിവയ്പ്. നവജാതരിലെ ടെറ്റനസ് ബാധ തടയാൻ പ്രയോഗിക്കാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ നവജാത ശിശുക്കൾക്കും പെൻസിലിൻ കുത്തിവയ്പ് എന്നതാണ് പ്രയോഗിക്കാത്തത്. എല്ലാ ഗർഭിണികൾക്കും 2 ഡോസ് TT എടുക്കും. അത് പ്രയോഗിക്കുന്നതാണ്. പ്രത്യുൽപാദന പ്രായത്തിൽപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും TT. ഈ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. എല്ലാ നവജാതർക്കും TT. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത്. WHO സ്റ്റേജ് 4 HIV ഉൾപ്പെടാത്തത് ഏത്? ഓറൽ ത്രഷ്. WHO സ്റ്റേജ് 4 HIV ഉൾപ്പെടാത്തത് ഓറൽ ത്രഷ് ആണ്. ഗോയിറ്റർ നിവാരണ പരിപാടി ഏത് വർഷം ആരംഭിച്ചു? 1962. 1962 ഗോയിറ്റർ അത് കണ്ടമുഴ നിവാരണ പരിപാടി ആരംഭിച്ചത്. താഴെ പറയുന്നവയിൽ ഏതിലാണ് ഐസ്ബർഗ് പ്രതിഭാസം കാണപ്പെടുന്നത്? അഞ്ചാം പനി. ഐസ്ബർഗ് പ്രതിഭാസം കാണപ്പെടുന്നത് അഞ്ചാം പനിയിലാണ്. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് ഇൻക്യുബേഷൻ പീരീഡിൽ തന്നെ പകരാത്തത്? ക്ഷയരോഗം. ക്ഷയരോഗമാണ് ഇൻക്യുബേഷൻ പീരീഡിൽ തന്നെ പകരാത്തത്. ബ്രൂസലോസിസ് രോഗം പകരാത്തത് താഴെ പറയുന്നതിൽ ഏത് മാർഗത്തിലൂടെയാണ്? വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കുള്ള സംക്രമണം. ബ്രൂസലോസിസ് രോഗം പകരാത്തത് എങ്ങനെയാണ്? വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കുള്ള സംക്രമണം മൂലമാണ് ബ്രൂസലോസിസ് രോഗം പകരാത്തത്.
3 ഡോസ് ടെറ്റനസ് വാക്സിൻ എത്ര വർഷത്തേക്ക് പ്രതിരോധ ശേഷി നൽകും? 10 വർഷത്തേക്ക്. 3 ഡോസ് ടെറ്റനസ് വാക്സിൻ 10 വർഷത്തേക്കാണ് പ്രതിരോധ ശേഷി നൽകുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി ബാധയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശിശിരകാലത്തിലും ചൂട് കാലാവസ്ഥയിലുമാണ് സാധാരണ കാണപ്പെടുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ശരിയല്ലാത്തത്? ശിശിരകാലത്തിലും ചൂട് കാലാവസ്ഥയിലുമാണ് സാധാരണ കാണപ്പെടുന്നത് എന്നതാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. ക്ലോസ്ട്രിഡിയം ടെറ്റനി ബാധയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നു. ക്ലോസ്ട്രിഡിയം ടെറ്റനിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നു. ഒരാൾക്ക് 4 മണിക്കൂർ മുമ്പ് ആഴമില്ലാത്ത മുറിവ് പറ്റി. അയാൾ 11 വർഷം മുമ്പ് ടോക്സിയോസിന്റെ ഒരു പൂർണ്ണ കോഴ്സ് എടുത്തിരുന്നു. ഇപ്പോൾ ഏത് ചികിത്സയാണ് അഭികാമ്യം? ഒരു ഡോസ് ടോക്സോയിഡ് ആകാം. അടുത്ത ചോദ്യം, കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഗർഭാവസ്ഥയിൽ നടത്താൻ MDT പാടില്ല. കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഗർഭാവസ്ഥയിൽ നടത്താൻ MDT പാടില്ല. താഴെ പറയുന്നവയിൽ ലൈംഗിക വീഴ്ചയിലൂടെയുള്ള രോഗാണുബാധയ്ക്ക് കാരണമാകാത്തത് ഏത്? എക്കിനോകോക്കസ്. ലൈംഗിക വീഴ്ചയിലൂടെയുള്ള രോഗാണുബാധയ്ക്ക് കാരണമല്ലാത്തതാണ് എക്കിനോകോക്കസ്. താഴെ പറയുന്നവയിൽ STD ഏജന്റ് അല്ലാത്തത് ഏത്? ക്ലാമൈഡിയ സിറ്റാസി. STD ഏജന്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലാമൈഡിയ സിറ്റാസി. ക്ലസ്റ്റർ ടെസ്റ്റിംഗ് താഴെ പറയുന്നവയിൽ ഏത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു? STD. ക്ലസ്റ്റർ ടെസ്റ്റിംഗ് എന്താണ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്? STD. സ്കാബിസിസിന് കാരണമാകുന്ന രോഗാണു? സർക്കോപ്റ്റസ് സ്കാബി. സ്കാബീസിന് കാരണമാകുന്ന രോഗാണുവാണ് സർക്കോപ്റ്റസ് സ്കാബി. സിഫിലിസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 990 ദിവസം. സിഫിലിസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 990 ദിവസമാണ്. കുഷ്ഠരോഗ നിയന്ത്രണത്തിൽ ലെപ്രമിൻ ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏതിനാണ് ഉപയോഗപ്പെടാത്തത്? രോഗനിർണയം. ഏതിനാണ് ഉപയോഗപ്പെടാത്തത്? രോഗനിർണയത്തിനാണ് കുഷ്ഠരോഗ നിയന്ത്രണത്തിൽ ലെപ്രമിൻ ടെസ്റ്റ് പ്രയോജനപ്പെടാത്തത്. എറിത്ത മനോഡോസം ലെപ്രോസം ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ലെപ്രമാറ്റസ് കുഷ്ഠരോഗമുള്ളവരിൽ. ENL അതായത് എറിത്ത മനോഡോസം ലെപ്രോസം ഉണ്ടാകുന്നത് ലെപ്രോമാറ്റസ് കുഷ്ഠരോഗമുള്ളവരിലാണ്. ഇന്ത്യയിൽ കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഒഡീഷയിൽ വ്യാപനം കുറഞ്ഞു. ഇന്ത്യയിൽ കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ എ. ഒഡീഷയിൽ വ്യാപനം കുറഞ്ഞു എന്നുള്ളത്. സാധാരണമായി കുഷ്ഠരോഗം പകരുന്നത് ഏതിലൂടെയാണ്?
ഡ്രോപ്ലെറ്റ്, അതായത് തുമ്മുമ്പോഴും തുപ്പുമ്പോഴും മറ്റും വായുവിൽ കലരാവുന്ന ചെറുനീർത്തുള്ളികളിലൂടെയാണ് കുഷ്ഠരോഗം പകരുന്നത്. കുഷ്ഠരോഗം ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ നാഡി? അൾനാർ. കുഷ്ഠരോഗം ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ നാഡിയാണ് അൾനാർ. ആദ്യത്തെ എയ്ഡ്സ് ബാധ റിപ്പോർട്ട് ചെയ്ത വർഷം? 1981. 1981 ആദ്യത്തെ എയ്ഡ്സ് ബാധ റിപ്പോർട്ട് ചെയ്തത്.